الحمد لله وكفى والصلاة والسلام على رسول المصطفى وعلى آله أهل الصدق والوفاء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. قال الله عز وجل: ومن أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. صدق رسول الله. وأحسن منك لم تركت عيني وأجمل منك لم تلد النساء. خلقت مبرأ من كل عيب كأنك خلقت كما تشاء. اے شہنشاہ مدینہ الصلاۃ والسلام. اے شہنشاہ مدینہ الصلاۃ والسلام. زینت ہر شے معلا زینت ہر شے معلا الصلاۃ والسلام. اے شہنشاہ مدینہ الصلاۃ والسلام. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, എന്റെ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും ഒരു തവണ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവിക ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി അഖില ലോക ചരാചരങ്ങളെ പടച്ചു പരിപാലിക്കുന്ന ജഗന്തിയന്താവാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച പ്രത്യയ ശാസ്ത്രത്തിന്റെ പരിസമാപ്തിക്കു വേണ്ടി അവതീർണരായ വിശ്വേക പ്രവാചക പുങ്കവർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ 1488-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ അവിടുത്തെ സ്വഭാവ മഹിമയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര വലിയ ലോകത്ത് അറിയപ്പെട്ട ആളാണെങ്കിലും ജനങ്ങൾക്കിടയിൽ എത്ര വലിയ സ്ഥാനമുള്ള ആളാണെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും ഒരാൾക്ക് ഒരു തെറ്റായ അഭിപ്രായമുണ്ടായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരാൾക്ക് ഒരു തെറ്റായ അഭിപ്രായമുണ്ടായിരിക്കും. ആർക്കുമില്ലെങ്കിലും അവന്റെ സ്വഭാവത്തെ എന്തെങ്കിലും ഒരു തെറ്റ് അവന്റെ പേഴ്സണൽ സ്റ്റാഫിനോ അവന്റെ സേവകനോ അല്ലെങ്കിൽ അവന്റെ ഭാര്യക്കോ ഉണ്ടായിരിക്കും. എന്നാൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്യുത്തമവും ലളിതവും നല്ല സ്വഭാവത്തിനും ഉടമയായിരുന്നു ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ സന്നദ്ധ സഹചാരിയായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്ന ഒരു വാക്ക് അവിടുത്തെ സ്വഭാവത്തിന് നമുക്ക് വളരെ വ്യക്തമായി വരച്ചു കാട്ടുകയാണ്. എന്താണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 കൊല്ലത്തോളം കാലം ഖിദ്മത്ത് എടുക്കുകയും സേവനമനുഷ്ഠിക്കുകയും ഈ 10 കൊല്ലത്തെ കാലയളവിൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് നീ എന്തിനു വേണ്ടി അത് ചെയ്തു എന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അത്രത്തോളം നല്ല സ്വഭാവമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെയും വെറുപ്പിക്കാതെ ഒരാളുടെയും വെറുപ്പ് പറ്റാതെ അത്രക്കും നല്ല ഉന്നതമായ സ്വഭാവത്തിന് ഉടമയായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 കൊല്ലത്തോളം കാലം ഖിദ്മത്തെടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു വാക്ക് അതിന് ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ആ സഹാബത്ത് വരികയാണ്. അല്ലയോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിനെ പറ്റി അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിനെ പറ്റി അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രിയതമ സയ്യിദത്തുൻ നിസാ ആയിഷത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയുടെ മറുപടി എന്താണെന്ന് അറിയുമോ? കാന ഖുലുഖുഹു ഖുലുഖൽ ഖുർആൻ. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമുണ്ടല്ലോ, അത് ഖുർആനിന്റെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശം അത് ഖുർആനിന്റെ ആദർശമാണ് എന്നാണ് ബഹുമാനപ്പെട്ട മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആ സഹാബത്തിന് കൊടുത്ത മറുപടി. അതാണ് ഭാര്യമാരിൽ നിന്നുമുള്ള അഭിപ്രായം, അത്രക്കും നല്ല ഉന്നതമായ സ്വഭാവത്തിനുടമ. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുകയാണ്, വളരെ വ്യക്തമായി തുറന്നടിക്കുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വളരെ ഉദാത്തമായ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്നു. ഈ സൂത്രത്തിനെ തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഹദീസിന്റെ താളുകളിൽ രേഖപ്പെടുത്തി വെച്ചു പോയിട്ടുണ്ട്. അതാ ഒരവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പുതിയ നല്ലതായ ഒരു ഷാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ സമ്മാനമായി ലഭിക്കുകയാണ്. ആ ഷാളും അതാ തോളിനണിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹുവിനോട് ഒന്നിച്ചുകൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ മണൽപ്പരപ്പിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് അതാ ഒരു അഅറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിലൂടെ വന്നുകൊണ്ട് ആ ഷാളങ്ങ് പിടിച്ചു വലിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു. അപ്പോഴതാ കഴുത്തങ്ങ് മുറുകിയിട്ട് ആ പുന്നാര കഴുത്തിൽ നിന്നും അതാ ചോര പൊടിയുകയാണ്. അതാ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. ആരാണത്? എന്റെ ഈ ഷാള് പിടിച്ചു വലിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കുമ്പോൾ ഒരു അഅറാബിയായ മനുഷ്യൻ, മുഖത്തു നിന്ന് പുഞ്ചിരി മാറാതെ ഒരു കോപവും വരാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അഅറാബിയോട് കാര്യം അന്വേഷിക്കുകയാണ്. എന്താണ് നിനക്ക് വേണ്ടതെന്ന് ആ അഅറാബിയോട് അല്ലാഹുവിന്റെ റസൂൽ കാരണം അന്വേഷിക്കുന്നു. അതാ അഅറാബി അതാ അവരുടെ കാരണങ്ങൾ പറഞ്ഞിട്ട് അതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ അതാ പരിഹരിച്ചു കൊടുക്കുകയാണ്. തന്റെ കഴുത്തിൽ അതാ ഷാള് മുറുകിയിട്ട് ചോര പൊടിഞ്ഞിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ ഒരു ദേഷ്യം പ്രകടിപ്പിക്കാതെ ആ അഅറാബിയായ മനുഷ്യന്റെ അതാ ആവശ്യങ്ങൾ നിറവേറി കൊടുക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾ പാടിയത്, في خلق وفي خلق ولم يدانوا في علم ولا كرم. ശരീരഘടനയിലും സ്വഭാവ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഉന്നതിയിലൊരു പ്രവാചകന്മാരുമില്ല. വിജ്ഞാനത്തിലും അവിടുത്തെ ഔദാര്യത്തിന്റെ അടുത്തുപോലും ഒരു പ്രവാചകന്മാരും എത്തിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പാടിയെങ്കിൽ എത്രത്തോളം ഉന്നതമായ സ്ഥാനമാണ്, എത്രത്തോളം ഉന്നതിയിലുള്ള സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. ആ സ്വഭാവം കാരണമല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ അതാ മദീനയിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ മണ്ണ് വാരിയിടുന്ന ചപ്പുചവറുകൾ വാരിയിടുന്ന ആ യഹൂദിയായ സ്ത്രീ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ആ സ്വഭാവത്തിന്റെ കാരണം കൊണ്ടല്ലേ? അതുപോലെ തന്നെ തലയിൽ വിറകുകെട്ടുമായി നടന്നു വന്ന ഉമ്മാമ ഇസ്ലാം മതം സ്വീകരിച്ചത് ആ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉന്നതമായ സ്വഭാവം കൊണ്ടല്ലേ? അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കുവാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ഓടി വന്ന സയ്യിദുൽ ഖൈൽ അതാ കൊച്ചു കുഞ്ഞിനെ പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടെ നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് അതാ ഇസ്ലാം മതം സ്വീകരിച്ചത് ആ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉന്നതമായ സ്വഭാവം കാരണമല്ലേ?
ആ ഉന്നതമായ സ്വഭാവം കാരണമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ഉന്നതമായ സ്വഭാവം കാഴ്ചവെച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു കഴുമരത്തിലേക്ക് ഒരു മടിയും കൂടാതെ കഴുത്തു നീട്ടിക്കൊടുത്തത്. അതുപോലെ തന്നെ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു തന്റെ കരളതാ പറിച്ച് ശത്രുക്കൾക്ക് കൊടുത്തത്. ആ ഒരു സ്വഭാവത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചത് കൊണ്ടാണ് സ്വന്തം ശരീരത്തിന് അള്ളാന്റെ റസൂലിന് പരിചയമായി നൽകിയ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു ഇത്രക്കും വലിയ ഉന്നതമായ സ്വഭാവത്തിനുടമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചത് കൊണ്ടാണ്. അവരാരും പ്രണയിച്ചതുപോലെ നമുക്ക് അള്ളാന്റെ റസൂലിനെ പ്രണയിക്കാൻ സാധിക്കില്ല. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ടൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിനോട് മഹബത്ത് ഏറ്റി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടു കൂടി നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.